എല്ലാവർക്കും പി എസ് സി മിന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ പ്രമുഖരെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അതിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള നവോത്ഥാനം. ശ്രീനാരായണ ഗുരു. ജനനം 1856, മരണം 1928. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരാണ് മാടനാശാനും കുട്ടിയമ്മയും. അദ്ദേഹം ജനിച്ചത് ചെമ്പഴന്തിയിലാണ് 1856 ഓഗസ്റ്റ് 20. അദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അദ്ദേഹം ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ പേരാണ് വയൽവാരം വീട്. അദ്ദേഹത്തിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാണ് രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ് ശ്രീനാരായണ ഗുരു. 1967 ഓഗസ്റ്റ് 21 തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ട്. ഇത് ചട്ടമ്പി സ്വാമികൾക്ക് അദ്ദേഹം സമർപ്പിച്ചതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP സ്ഥാപിച്ച വർഷമാണ് 1903 മെയ് 15. ഇദ്ദേഹം ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയിലാണ് SNDP സ്ഥാപിച്ചത്. ഇതിൻ്റെ രൂപകരണത്തിനുള്ള കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം. അതുപോലെ തന്നെയാണ് SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഇത് ആരംഭിച്ചത് 1904. 1904 വിവേകോദയം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഔദ്യോഗിക പത്രാധിപരാണ് M. ഗോവിന്ദൻ. ഈ മാസിക സ്ഥാപിച്ചത് കുമാരനാശാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. 1912 ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് രചിച്ച കൃതിയാണ് ശിവശതകം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. എന്നാൽ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. ഒരു വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ വചനയുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ജാതിമീമാംസയാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ വചനയുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം. ശ്രീലങ്ക സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെയാണ് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ടത് 1897. 1897 ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് സദാശിവ അയ്യർ. സദാശിവ അയ്യറാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനമാണ് ആലുവ സമ്മേളനം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം. അതുപോലെ തന്നെ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ നവോത്ഥാന നായകനുമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങാണ് 1927 SNDP യോഗം. കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം. ആദ്യത്തെ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം കാവ്യവസ്ത്രമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സമാധി സമയത്ത് ധരിച്ചിരുന്നത്
വെള്ള നിറമുള്ള വസ്ത്രമാണ്. ശിവഗിരിയിൽ വെച്ചിട്ടാണ് 1928 സെപ്റ്റംബർ 20 അദ്ദേഹം സമാധിയായത്. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻ പുറം എന്ന പേരിലാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് ശിവഗിരി. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരുവാണ് കെ സുരേന്ദ്രൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച നോവൽ. ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധരനാണ് നാരായണം എന്ന നോവൽ എഴുതിയത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവനാണ് ഗുരുദേവ കർണാമൃതം എന്ന കൃതി ഗുരുദേവനെ പറ്റി എഴുതിയത്. അതുപോലെ മഹർഷി ശ്രീ നാരായണ ഗുരു എന്ന കൃതി എഴുതിയത് ടി ഭാസ്കരൻ. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കറാണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കരുനാഗപ്പള്ളിയിലെ കന്നേറ്റി കായലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നവി മുംബൈ, മഹാരാഷ്ട്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ താങ്ക് യു.